അപ്പോൾ പുതിയ പിണറായി പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കേട്ടതാ. പടനായകനെന്നും ഫിനിക്സ് പക്ഷിയെന്നും വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വാഴ്ത്തുപാട്ട്. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. ചെമ്പടക്ക് കാവല ചെങ്കടൽ കടക്കുറ ചെമ്പടക്ക് കാവല ചെങ്കടൽ കടക്കുറ. ഇതാരാന്ന് വെച്ചാ ചെങ്കൊടിക്കരത്തിലേത് കേരളം നയിക്കയാ എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഓ ഒന്ന് നിർത്തണ്ട സാബുവേ. നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. ചിത്രസേനൻ പറയുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, വളരെ പെട്ടെന്ന് തന്നെ അനർഗള നിർഗളമായിട്ട് ഈ വരികൾ വന്നു എന്നാണ്. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടൂ? നോ, റിയലിസ്റ്റിക് പോയട്രി ആർക്കും പിടികിട്ടും. ലാൽസലാം 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 ലാൽസലാം. വിപ്ലവത്തിൻ പാതയിൽ ജീരകൾ താണ്ടിയും ശക്തമായ വർദ്ധനങ്ങളേറ്റ ധീരസാരഥി. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? വർഗബോധധാരയിൽ തൊഴിലാളികൾക്ക് തോഴനാ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറയാൻ ഞാൻ. അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. ഇരുടടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ മാനവർക്ക് മാതൃക. എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തളരില്ല ഞാൻ. വിപ്ലവത്തിൻ പാതകളിൽ സാധാരണ വണ്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകണമെങ്കിൽ ബാക്കിൽ നിന്ന് തള്ളണം. പക്ഷെ ഈ വണ്ടി ഉണ്ടല്ല, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നല്ല വെള്ളം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തന്റെ ഫ്രണ്ടിൽ നിന്നുള്ള തളർത്ത് രണ്ടുപേരും ഇങ്ങനെയാണ്. ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബബന്ധമൊക്കെയും തടസ്സമല്ലേ ഓർക്കണം. കുടുംബബന്ധം തടസ്സമല്ലാതെ അതിനെ പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളെന്നാണ് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ പേരിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ. പക്ഷേ തൻ്റെ നേരെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ചാണ് കുടുംബബന്ധം ഒക്കെയും തടസ്സമല്ലേ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇദ്ദേഹം ഈ ചിത്രസേനൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ല, സത്യം പറ കുഞ്ഞിരാമ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? നിനക്ക് എന്തിന്റെ കിറുക്കടാ ഇത്? അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരിയുണ്ട്, അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. അതായത് പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയോ. ഈ ജന്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങളാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുക. അതേ മുതലാളി ഹെവനല്ലേ, കാണും കാണും. ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത്? അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതേപോലെ ഇതിൽ പറയുന്നുണ്ട്, കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതേ. ഈ കൊറോണയുടെ യഥാർത്ഥ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ്. ചുമ്മാ വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അപ്പൊ ഈ കണക്കൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ ആൾക്കാർ ഈ വരികളൊക്കെ തന്നെ കോഴി മുട്ട ഇടുന്നത് പോലെ ചമയ്ക്കുകയും ആൾക്കാരൊക്കെ തന്നെ ഒരു മുട്ട ഓംലെറ്റ് കഴിക്കുന്ന ലാഘവത്തോടു കൂടി അത് പാടുകയുമാണ്. അതിൽ എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അതിൽ തന്നെ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട്. അതാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം. അപ്പോൾ ഈ നിപ്പയും മറ്റു കാര്യങ്ങളും പ്രളയവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നു. എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട്, വീട്ടിൽ അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെയൊക്കെ നോക്കുന്ന ആളാണ് എന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തള്ളി തള്ളി എന്റെ അമ്മയെ നാട്ടിച്ച്. ഈ ഉരുൾപൊട്ടലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ, അതായത് കയ്യിലുള്ള പൈസ ചെലവഴിക്കാത്തത് എന്തേ എന്നാണ് ചോദിച്ചത്. ചട്ടി വാങ്ങിക്കണം, എന്തൊക്കെ ആവശ്യങ്ങളായി.
അങ്ങനെയാണോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിലെ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന പണം അപ്പം തന്നെ ചെലവാക്കും. അതല്ലാതെ കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയില്ലേ, ഇവിടെ ആരും ഒന്നും തന്നില്ലേ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേവല പ്രശംസയല്ല, ഇത് അധിക പ്രസംഗം എന്ന രീതിയിലത്തേക്ക് പല ആൾക്കാർക്കും തോന്നാവുന്ന തരത്തിലുള്ള കുറേയധികം ഉപമകളാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ചിത്രസേനന്മാർക്ക് ഇത് നല്ല കാലമാണ്, സ്തുതിപാഠകർക്ക് ഇത് നല്ല കാലമാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തേത്. ഇനിയിപ്പോൾ ഈ മാവേലി നാട് വാണിയിടും കാലം എന്ന് ചേർത്ത് അല്ലേ ഒരു പാട്ട് കൂടിയേ വരാൻ ബാക്കിയുള്ളൂ. എന്താണ് തമാശ ആക്കാണ്? അല്ല തമാശ ആക്കാണ്, അങ്ങനെ ആക്കണ്ട.